ആനയൊക്കെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഭീകരമായ എന്തെങ്കിലും സാറേ മറ്റേ തിരിച്ചു വരും, ആന തിരിച്ചു ഓടിച്ചു വരും. നമ്മൾ പടക്കം പൊടിച്ച് ഓടിക്കുമ്പോൾ ആന ഓടിക്കുമ്പോൾ ആന റിട്ടേൺ വരും? നമ്മൾ എന്തുകൊണ്ടായിരിക്കും ആനകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്? പക്ഷേ അവിടെ മുകളിൽ വെള്ളമൊന്നും ഇല്ലെന്നാ പറയുന്നത്. വെള്ളം തീറ്റയും കമ്മിയാണ്. അപ്പൊ ഇന്ന് വീണ്ടും നമ്മൾ പാലക്കാട് മലമ്പുഴയിലുള്ള കാവ്യ റോഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു കട കണ്ട്. ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി അതിന്റെ ഉള്ളിലോട്ട് പോകട്ടെ. നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് നേരെ പോയി ഏട്ടനൊക്കെ പരിചയപ്പെട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. വാ ഏട്ടാ, നമസ്കാരം. നമ്മൾ രാവിലെ മലമ്പുഴ കവയിൽ വന്നപ്പോൾ ഒരു കുഞ്ഞു കട കണ്ടു കേട്ടോ. അപ്പൊ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാന്ന് പറഞ്ഞു. ആ ചേട്ടൻ ഇവിടെ നല്ല ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു അച്ഛൻ ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ശിവനാണ്. എത്ര നാളായി നമ്മൾ ഇവിടെ കട തുടങ്ങി? 3 മാസമായി. 3 മാസമായി. ഇതാണ് ചേട്ടന്റെ വീട് അടുത്ത് തന്നെ? വീട് തൊട്ടടുത്ത്. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ രാവിലെ ഇഡ്ഡലിയോ ദോശ ഉണ്ടാവും. പിന്നെ ജനങ്ങളുടെ സർവത്ത്. എത്ര മണി വരെ ഉണ്ടാവും? 7-8 മണി വരെ ഉണ്ടാവും. രാത്രി വീട് അടുത്തുണ്ടല്ലോ. ചേട്ടൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ ഫോറസ്റ്റിലായിരുന്നു. പിന്നെ സുഖമില്ലാത്തോണ്ട്. എന്താ പറ്റി? അറ്റാക്കായിരുന്നു. ഇവിടെ കച്ചവടം കിട്ടുമോ? ഒരു 10-250 രൂപ കിട്ടുണ്ടാവും. ജനങ്ങൾ കമ്മിയാണ്, ടൂറിസ്റ്റുകൾ കമ്മിയാണ്. അതുകൊണ്ട് ശനി ഞായറൊക്കെ ആയാലോ? ശനി ഞായർ കൂടും. 600 രൂപ 700 രൂപ കിട്ടും. അപ്പൊ ഇത് മാത്രമായ ഇതാവോ? വേറെ ഫുഡൊക്കെ വേറെ മറ്റേ ചോളം ഇതൊക്കെ വെക്കും ശനി ഞായർ. അങ്ങനെ മാങ്ങ, പൈനാപ്പിൾ എല്ലാം വെക്കും. ഈ കട കുറച്ചുകൂടി വലുതാക്കി ഉയരണ്ടേ? തുടങ്ങിയിട്ട് 2-3 മാസം. അതെ. അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ ശിവൻ ശിവേട്ടന്റെ കടയിൽ കയറി ഈ കുഞ്ഞു കട വലിയ കടയാക്കാൻ നിങ്ങളെല്ലാം സഹകരിക്കണം കേട്ടോ. അപ്പൊ ഇനി വരുന്നൊരു ചേട്ടന്റെ ഇവിടെ ഷൂട്ടിംഗ് നടന്നു പറഞ്ഞല്ലേ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഏട്ടന്റെ കടയൊക്കെ ഷൂട്ട് ചെയ്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതാ ചേട്ടൻ നല്ല ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ദോശ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇതെന്താ, സാമ്പാറാണോ? മുരിങ്ങക്കായും തക്കാളി എല്ലാം കൂട്ടിയിട്ട് ചേട്ടാ എപ്പോഴും വരും ഇവിടെ കഴിക്കാൻ? ഞാൻ ദിവസം വരും. എനിക്ക് ലോട്ടറി കച്ചവടം. ഓ, ലോട്ടറി കച്ചവടാണല്ലേ? ഞാൻ ശിവനോട് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകും. അതെ. ഇവിടെ റേറ്റ് കാര്യങ്ങളൊക്കെയോ? ഊണൊക്കെ സാധാരണ വിലയാണ്. നാട്ടും പുറമല്ലേ. മലമ്പുഴ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. മലമ്പുഴ ഉള്ളിലേക്ക് കവാഭാഗത്താണ്. അപ്പൊ നല്ല ഫുഡാണ്. അപ്പൊ ഞങ്ങളും കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിക്കോളൂ. ചായ കുടിക്കുന്നില്ല? ചായ എനിക്ക് ഷുഗർ ഇത് കാരണം ഷുഗർ ഇതൊക്കെ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് ഏട്ടൻ കഴിക്കുന്നുണ്ട്, നമുക്കും കഴിച്ചു നോക്കാം അല്ലേ? ഈ കുഞ്ഞു കടയിരുന്ന് നമുക്ക് കഴിക്കാം. ഇതാ നമുക്ക് തന്നെ സെർവ് ചെയ്യാട്ടോ. സ്വന്തമായിട്ട് സർവ് ചെയ്ത് കൊടുക്കാം. ആർക്ക് വേണമെങ്കിൽ ശിവേട്ടൻ്റെ അടുത്ത് കഴിക്കാം. അതെ, ശിവേട്ടന്റെ അടുത്ത് അങ്ങനെയൊന്നും ഇല്ല. സ്വന്തം വീട് പോലെ അല്ലേ ശിവേട്ടാ? സ്വന്തം പോലെ വീട് പോലെ വന്ന് എടുത്ത് കഴിക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല നല്ല ദോശ. ശിവേട്ടന്റെ പഴംപൊരിയാണ് സൂപ്പർ. ചേട്ടൻ പറഞ്ഞ പോലെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചായയും കൂടി നല്ല നാടൻ ഭക്ഷണം. മക്കളൊക്കെയോ? മക്കള് 4 പേരുണ്ട്. 2 ആണും 2 പെണ്ണും. 3 പേര് കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു ചെറുക്കൻ മാത്രമേ ഉള്ളൂ. അടുത്ത് തന്നെയാണോ? ജോലിയുണ്ടോ മക്കൾക്ക്? മക്കളെ 2 ഡെയിലി വേജസ് ഫോറസ്റ്റായിട്ട് പോകണം. പെൺപിള്ളേരൊക്കെ വീട്ടിൽ വാച്ചറായിരുന്നു. ആന ഓടിക്കാൻ പോകണം, വല്ല തീക്കെടു കത്തുന്നതെല്ലാം ഇതാക്കണം, റെയ്ഡിന് പോകണം, കഞ്ചാവ് അങ്ങനെയൊക്കെ. ഈ ആനയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് അതെ, പ്രായമായതുകൊണ്ട് ഇപ്പോൾ 1 വർഷമായി, 1.5-2 വർഷമായി. ഈ ആനയൊക്കെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഭീകരമായ സാറേ മറ്റേ തിരിച്ചു വരും, ആന തിരിച്ചു ഓടിച്ചു വരും. നമ്മൾ പടക്കം പൊടിച്ച് ഓടിക്കുമ്പോൾ ആന ഓടിക്കുമ്പോൾ ആന റിട്ടേൺ അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. കൂട്ടുകാരന്മാർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ 2-3 വർഷം മുമ്പ് വീണ് കാലിലെല്ലാം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. മരം ചെറുതായിട്ട് സഹായം കൊടുത്തു. 50,000 രൂപ സഹായം. ഇല്ലല്ല, അവരുടെ വേറൊരാളെ മറ്റേ വീണിട്ട് മറ്റേ കൈ വിരല് പോയി. പടക്കമുണ്ട് സാർ. പടക്കം അതേ രക്ഷയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ ഒത്തിരി ആനകളുണ്ടാവും. 10-18 ഉപദ്രവിക്കുന്ന ആനകളൊക്കെ ഉണ്ടോ? ഓടിക്കുന്ന ആനയുണ്ട്. പെടയാനൊക്കെ ഓടിക്കുന്നു.
എന്തുകൊണ്ടായിരിക്കും ആനകളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്? പക്ഷെ അവിടെ മുകളിൽ വെള്ളമൊന്നും ഇല്ലെന്നാ പറയുന്നത്. വെള്ളം തീറ്റയും കമ്മിയാണ്. അങ്ങനെ ഉപദ്രവിക്കൊന്നും ഇല്ലായിരിക്കില്ലേ? അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ ആ, ചെല്ലുമ്പോഴായിരിക്കും. ഇവിടെ പിന്നെ തീറ്റയുണ്ടല്ലോ, മറ്റേ തെങ്ങ്, കവുങ്ങ്, വാഴ, നെല്ല് എല്ലാം ഉണ്ടല്ലോ. കാട്ടിലൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് തിന്നുകടൊന്നും മുകളിൽ കയറി പോകുന്നില്ല. പക്ഷെ ഭയങ്കര റിസ്ക് അല്ലേ ഈ ജോലി? ഭയങ്കര അപകടം പിടിച്ച പണിയാണ്. ഇപ്പം ഏട്ടന്റെ വരുമാന മാർഗം ഇതാണ് അല്ലേ? അതന്നെ. ഇതുകൊണ്ട് എങ്ങനെ ജീവിതം പോവോ? അത് പിന്നെ മക്കള് വല്ലതും തരും. ഭാര്യ ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നു. ഇപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുവോ? ഇല്ലല്ലേ, ആരും ഇതൊന്നും പെൻഷനൊന്നും ഇല്ല. അങ്ങനെ ഒന്നുമില്ല. ടെമ്പററി ആയത്. ഈ ഒരു വരുമാനത്തിന് ആ, അതാണ്. എത്ര ഒരു ദിവസം കൂടി പോയ 10-20 അല്ലേ? 10-20 രൂപ കിട്ടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ പോകും ചെലവ്? അത് പിന്നെ മക്കള് വല്ലതും തരും, ഒരു മാസം വല്ലതും തരുമല്ലോ. അങ്ങനെ. അപ്പൊ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാലും മരുന്ന് എന്തോ അറ്റാക്ക് അറ്റാക്ക് ആയ ഗുളിക ഗുളിക കഴിക്കണ്ടേ? 10,500 രൂപ ആവും ഒരു മാസം. 1500. അപ്പം ഇതൊക്കെയാണ് ഏട്ടന്റെ ഒരു ആ, അവസ്ഥ അത്രേ അല്ലേ? അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ നിങ്ങൾ കയറി ഏട്ടനെ സഹായിക്കണം കേട്ടോ. അത് ഏട്ടന്റെ ഇത് ഫിലിമിലൊക്കെ എടുത്തിട്ടുണ്ടെന്നോ? ഇനി ഏട്ടനെ ഫിലിമിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഏട്ടാ നല്ല ഭക്ഷണമായിരുന്നു കേട്ടാ. അപ്പോൾ നല്ല നാടൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഏട്ടൻ്റെ കടയിൽ കയറിയിട്ട് ഏട്ടനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, നിങ്ങളെല്ലാവരും. അപ്പോൾ നല്ല ഫുഡ്. ഇനി ഈ കട ഒരുപാട് വളരട്ടെ കേട്ടോ ഏട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത്. ഗുഡ് ബൈ ഏട്ടാ. ശരി ഏട്ടാ.